പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഭവം പൂരിയാണ്. എൻ്റെ ഈ ഒരു ചാനൽ ഇതുവരെ പൂരിയുടെ റെസിപ്പി ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്കിന്ന് പൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ആട്ടയും ബാർലിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫ്ലോറാണ് കേട്ടോ. അപ്പോൾ ഏതാണെങ്കിലും ആട്ടയാണെങ്കിലും ഗോതമ്പ് പൊടിയാണെങ്കിലും ഏതാണെങ്കിലും 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ 3 കപ്പ് ആട്ടയ്ക്ക് 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മൈദ ചേർക്കുമ്പോഴാണ് നമ്മുടെ പൂരി ഒന്നുകൂടെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ അതോടെ ചേർത്ത് കൊടുക്കുക. താല്പര്യമില്ലാത്തവർക്ക് ഒഴിവാക്കേ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ വറുക്കാത്തത് ഏതായാലും കുഴപ്പമൊന്നുമില്ല. കൂടി പോകണ്ട കേട്ടോ. കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂരി ഇങ്ങനെ പൊള്ളച്ചിങ്ങനെ നിൽക്കുമല്ലോ, ഫ്ലഫി ആയിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര അങ്ങനെ തന്നെ ഹാർഡായിട്ട് കിടക്കും, ഒട്ടൊരു സോഫ്റ്റിന് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മതി. പിന്നെ പഞ്ചസാര 1/2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അജ്വൈൻ അയമോദകമാണ് കേട്ടോ. അത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ അപ്പോൾ ചില വറുത്ത പലഹാരങ്ങൾ കഴിക്കുമ്പോൾ ചിലർക്ക് വയറിന് അസ്വസ്ഥതകളും അത് കാരണം ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അല്ലാതെ ഇതിപ്പോൾ ഉള്ളവർക്കും കഴിക്കുക, അല്ലാത്തവർക്കും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ്, വെളുത്ത എള്ള്. ഇത് തികച്ചും ഓപ്ഷണലാണ്. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കറുത്തത് ഇട്ട് കൊടുക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. അതിങ്ങനെ പൂരിയിൽ കാണാം അവിടെ ആയിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ കാണില്ല, പക്ഷേ നല്ലതല്ലേ, എള്ളാണല്ലോ. അപ്പോൾ അതോട് ചേർത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് എണ്ണയിലാണോ വറുത്തെടുക്കുന്നത് പൂരി ഉണ്ടാക്കുന്നത് ആ എണ്ണ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതേപോലെ മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ മാവിൻ്റെ എല്ലാ ഭാഗത്തെത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് തിരുമ്മിയെടുക്കണേ. ഇനി ഇതിനകത്ത് വെള്ളം സാധാ നോർമൽ വാട്ടറാണ് ചേർക്കുന്നത്. അത് കുറേശ്ശെ മാത്രം തളിച്ചു കൊടുത്തിട്ട് വേണം നമുക്കത് മാവ് കുഴച്ചെടുക്കാൻ. ഒട്ടും കൂടി പോകാൻ പാടില്ല വെള്ളം. അതനുസരിച്ച് നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മാവ് ടൈറ്റായിട്ട് വേണം കുഴയ്ക്കാനേ. അപ്പോൾ ഒരുപാട് തണുത്ത വെള്ളം, ഇപ്പോൾ നോർമൽ ഇപ്പം തണുത്ത കലാസിലൊക്കെ ഒരുപാട് വെള്ളത്തിന് പുറത്തിരിക്കുമ്പോൾ തന്നെ തണുപ്പ് കൂടുതലായിരിക്കും. അങ്ങനെ ആകുമ്പോൾ മാത്രം ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഒരുപാട് കൂടി പോലെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ അതേപോലെ ഒഴിച്ച് കൊടുത്ത് ഞാനിവിടെ ഒരു ഡോ ആക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇത് നന്നായിട്ട് കുഴയ്ക്കും വേണം കേട്ടോ. ഇപ്പം പാകത്തിനുള്ള വെള്ളമാണ് ആയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മാവിനെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ നല്ല വൃത്തിയാക്കിയിട്ടുള്ള കിച്ചൺ കൗണ്ടർ ടോപ്പിലാണ് ഇട്ടിട്ടുള്ളത്. നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അതേ കണ്ടില്ല, മാവ് ഇങ്ങനെ പരത്തി ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കുക കേട്ടോ. നന്നായിട്ട് മിനുസാവണം. അപ്പോൾ ആണ് നമ്മുടെ ഈ ഒരു പൂരി നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നല്ല പാകത്തിനോടെ കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് കണ്ടാൽ നല്ല കട്ടിയാണ്, എന്നാൽ നന്നായിട്ട് നമ്മളത് കുഴച്ചെടുത്ത് ഒരു മിനുസപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാകത്തിനാണ് നമ്മൾ എടുത്ത് വെക്കുന്നത്. ഇത് വെറുതെ മുകളിൽ എണ്ണയും തേക്കൊന്നും വേണ്ട. ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇനി അതിനെ ചെറിയ ഉരുളകളാക്കുക. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ചുള്ള വലുപ്പത്തിൽ ഇത് നന്നായിട്ട് ഉരുട്ടി പരത്തിയിട്ട് ചൂടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തിന് നമുക്ക് എണ്ണ ചൂടാവാൻ വെക്കണം. അപ്പോൾ അതേപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മിനുസമായിട്ടുള്ള ബോളാക്കി എടുക്കണം കേട്ടോ. അങ്ങനെയാകുമ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് പരത്തിയെടുത്ത് നല്ല ഭംഗിയുള്ള പൂരിനെ തന്നെ കിട്ടും. ഇനി അതിന് മുകളിലേക്ക് 1/2 സ്പൂൺ എണ്ണ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുക. പിന്നെ ഇങ്ങനെ ഉരുളകളാക്കി വെച്ചിട്ട് ഇങ്ങനെ തുറന്ന് വെക്കാൻ പാടില്ല. ഒരു അടപ്പ് കൊണ്ട് മൂടി വെക്കണേ. ഇനി ഇത് നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയാണ്. അപ്പോൾ ഒരു നല്ല ഇരുമ്പ് ചട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. നമുക്ക് ആ ഒരു ചൂട് എപ്പോഴും മെയിൻ ചെയ്ത് പോകാൻ പറ്റും ലാസ്റ്റ് വരെ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടാവണം. നല്ല എണ്ണ തിളച്ച് ഇങ്ങനെ അതിനകത്തൊന്ന് പുക പാറുന്ന പറയില്ല, ആ ഒരു പാകത്തിനാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓരോന്നും പ്രസ് ചെയ്തെടുക്കുകയാണ് ഓരോ പൂരിയും. അതിൻ്റെ കനം എപ്പോഴും ശ്രദ്ധിക്കണം. ചപ്പാത്തി പോലെ ഒരുപാട് നൈസാക്കിയിട്ടല്ല പരത്തേണ്ടത്. ചെറിയൊരു തിക്കായിട്ട്, ഒരുപാട് തിക്നെസ് അല്ല, പക്ഷെ എന്നാൽ അത്യാവശ്യം ഒരു തിക്കായിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. ഇനി പൊടിയിട്ട് പരത്തുകയാണെങ്കിലും കുഴപ്പമില്ല, പൊടി അധികം പൂരിൻ്റെ മുകളിൽ വരാതെ നോക്കണം. എണ്ണ ഇട്ട് പരത്തുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ചൂടായ എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇട്ട ഉടനെ തന്നെ നന്നായിട്ട് എൻ്റെ മുകളിലൊക്കെ കുമിളകളൊക്കെ വന്നു തുടങ്ങും. ആ സമയത്ത് കുറേശ്ശെ അതേപോലെ ഓയിൽ അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ആദ്യത്തെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ പൂരിയുടെ ഓരോരുത്തർക്ക് ഇഷ്ടം അനുസരിച്ചിട്ടോ, ചിലർക്ക് നന്നായിട്ട് ഒന്ന് കറുമുറാവണം, ബ്രൗൺ ആയിരിക്കണം, ചിലർക്ക് ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മതിയാവും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നമുക്ക് ഇത് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയാണ് ഒരു പൂരി ഉണ്ടാക്കുമ്പോൾ ചെയ്യാറുള്ളത്.
ഇതേപോലെ ഇതുവരെ പൂരി ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം. അറിയാത്തവർക്ക് മാത്രം വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾ ആട്ടപ്പൊടി ആയാലും ഗോതമ്പൊടി ആയാലും എടുക്കുമ്പോൾ അതിന് കുറച്ച് അളവ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി മൈദപ്പൊടി തീരെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ മാത്രം ഒഴിവാക്കിയാൽ മതി. അതോടെ ചേർക്കുമ്പോഴാണ് പൂരിക്ക് ഒരു ടേസ്റ്റ് കൂടുന്നത്. പിന്നെ അതുപോലെ റവയുടെ അളവ് കൂടാൻ പാടില്ല. റവ കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടി പോകണ്ട. പിന്നെ അയമോദകം വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ സ്മെല്ലായിരിക്കും അതിന്. അതിൻ്റെ ടേസ്റ്റും വ്യത്യാസം നമുക്ക് വേഗം മനസ്സിലാകും. ഇപ്പം എണ്ണ പലഹാരങ്ങളിൽ അയമോദകം ഇടുന്നത് ഇപ്പം വയറിന് പ്രശ്നമില്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉപയോഗിക്കാം. അതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരില്ല അതിൽ. പിന്നെ എള്ള് അത് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പൂരിയുടെ മാവ് കറക്റ്റായിരിക്കും. പിന്നെ വെള്ളം കൂടി പോകാൻ പാടില്ല. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ കുറച്ച് ആട്ടപ്പൊടിയൊക്കെ ഇട്ടിട്ട് മാവിന് ടൈറ്റാക്കി കൊണ്ടുവരണം. പിന്നെ വറുക്കുന്ന എണ്ണ നല്ല ഫ്ലെയിമിൽ തന്നെ വെക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൂരി ഓരോന്നും വറുത്തെടുക്കാൻ. അതിലും നല്ല വ്യത്യാസം വരും നമ്മൾ വറുത്തെടുക്കുമ്പോൾ. നല്ല ചൂടോടുകൂടെ നല്ല ചൂടിൽ പൊരിച്ചെടുക്കുമ്പോഴാണ് ഈ പൂരി നല്ല ഗുണ്ടുമണിയായിട്ട് മാറുന്നത്. അപ്പോൾ അതെ ഇത്രയൊക്കെ തന്നെ ഉള്ളു ശ്രദ്ധിക്കാൻ. ആദ്യ പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാം നന്നായിട്ട് നമുക്ക് ആ ഒരു ടിപ്സുകളും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നല്ല കറക്റ്റായിട്ട് നല്ലൊരു പൂരി നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് ഇവിടെ എല്ലാ പൂരികളും ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ട്. കണ്ടില്ല, എണ്ണയൊന്നും അധികം ഇനിയിപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ പോലും എണ്ണ അധികം തോന്നില്ല നമുക്കതിലുണ്ടെന്ന്. അത്രയും കുറവാണ്. പൊതുവേ മറ്റ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസമാണ് നമ്മുടെ ഈ ഒരു രീതിയിൽ പൂരി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ കണ്ടോ, ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. പൂരി എപ്പോഴും ചൂടോടുകൂടെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഈ ഒരു പൂരി അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടില്ലേ, നല്ല ആ പാകത്തിന് തന്നെ ഫ്ലഫായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഉൾഭാഗത്ത് കണ്ടോ അധികം എണ്ണയൊന്നുമില്ല. നല്ലതായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പൂരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഒന്ന് ഉണ്ടാക്കിയിട്ടൊന്നും ശരിയാവാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ ബാജിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഉരുളക്കിഴങ്ങിൻ്റെ. അത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി.